ആൻഡ് എൻ്റെ പാരൻസ് അത്രയും സ്ട്രിക്റ്റ് ആയതുകൊണ്ട് ഞാൻ അവരുടെ അടുത്ത് അധികം ഇൻഫർമേഷൻ അങ്ങനെ ഷെയർ ചെയ്യാറില്ല. അതുകൊണ്ട് റീസെൻ്റ്ലി അവർ പുതിയൊരു ടെക്നിക്ക് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അവരെൻ്റെ മുമ്പിൽ കൂളായിട്ട് ആക്ട് ചെയ്യും, നൈസായിട്ട് കൂൾ സ്റ്റോറീസ് ഷെയർ ചെയ്ത് എന്നെ കൊണ്ട് കൂൾ സ്റ്റോറീസ് തിരിച്ച് ഷെയർ ചെയ്യിപ്പിക്കും. ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ തവണ ഞാൻ വീട്ടിൽ പോയപ്പോൾ എൻ്റെ പാരൻസ് എന്തോ ലാബ് എക്സാമിന് എന്തോ അവർ റെക്കോർഡിൽ എന്തോ കള്ളത്തരം കാണിച്ചൊരു കഥ പറഞ്ഞു. ഞാൻ എൻ്റെ ലാബ് എക്സാമിൻ്റെ കഥ പറഞ്ഞു, ഞാൻ ചിരിച്ചു, എൻ്റെ പാരൻസ് ചിരിച്ചു, കോൺവെർസേഷൻ ഓവർ. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ പാരൻസ് അവരുടെ പാരൻസ് അറിയാതെ ഏതോ സിനിമയ്ക്ക് ക്ലാസ് കട്ട് ചെയ്ത് പോയ കഥ പറഞ്ഞു. ഞാനും സിനിമയ്ക്ക് ക്ലാസ് കട്ട് ചെയ്ത് പോയ കഥ പറഞ്ഞു, ഞാൻ ചിരിച്ചു, അവർ ചിരിച്ചു, കോൺവെർസേഷൻ ഓവർ. അത് കഴിഞ്ഞപ്പോൾ അവർ പണ്ട് അതിരപ്പള്ളി വാഴച്ചാലിൽ ഇതുപോലെ സെക്യൂരിറ്റി ഒന്നും ഇല്ലായിരുന്നെന്നും ആൾക്കാർക്ക് ആ വാട്ടർഫാളിൻ്റെ ഏറ്റവും മേളിൽ കയറിപ്പോയി നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുമായിരുന്നെന്നൊക്കെയുള്ള കുറേ കഥ പറഞ്ഞു. അപ്പോൾ ഞാനും എൻ്റെ ദീപക്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും കൂടെ ഞങ്ങൾ പണ്ട് ഗോകർണയിൽ വിഭൂതി വാട്ടർഫാൾസിൽ പോയപ്പോൾ അവിടെ ഒരു റെസ്ട്രിക്റ്റഡ് ഏരിയ ഉണ്ട്, ഞങ്ങൾ അങ്ങോട്ട് കയറിപ്പോയി. ഞങ്ങൾ അതിൻ്റെ ഏറ്റവും മേളിൽ പോയപ്പോൾ ഞങ്ങൾ കാണുന്നത് ഞങ്ങളും വേറൊരു ഹിന്ദി അങ്കിൾ മാത്രമേ ഉള്ളൂ. ഈ അങ്കിള് മേളിൽ നിന്നിട്ട് എൻ്റെ ഫോട്ടോ എടുക്കണേ എന്ന് പറഞ്ഞ് അലറി വിളിക്കുന്നതും അയാൾ കാല് തിന്നി പട്ടയെന്ന് പറഞ്ഞ് താഴെ പോയി. ഞാനും ദീപക്കും വിചാരിച്ച് പോലീസ് സ്റ്റേഷനിൽ പോയി സാക്ഷി പറയണം, വേറെ വഴിയില്ല. ഞങ്ങൾ എത്തി നോക്കിയപ്പോൾ അയാൾ വീണ കല്ലിൻ്റെ താഴെ വേറൊരു കല്ലുണ്ട്, ഇയാൾ അവിടെ സ്റ്റക്കായി പോയി. അപ്പം ഞങ്ങൾ ഇയാളെ പിടിച്ച് കയറ്റി. ഇതറിഞ്ഞ് സെക്യൂരിറ്റി വന്നു. സെക്യൂരിറ്റി ഞങ്ങൾക്ക് എല്ലാവർക്കും ലാത്തി കൊണ്ട് അടി തന്നു. ഞങ്ങൾ എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങി ഓടി. നിങ്ങൾ ചിരിച്ചില്ലേ? ഇതേപോലെ ഞാനും ചിരിച്ചു. എൻ്റെ പാരൻസ് ചിരിച്ചില്ല. അടുത്ത 2.5 മണിക്കൂറത്തേക്ക് സേഫ്റ്റി എന്തോരം പ്രധാനമാണ്, നീ ഇത്രയും സോഷ്യൽ മീഡിയ എൻ്റെ നിനക്കിതൊന്നും അറിഞ്ഞൂടെ എന്ന് പറഞ്ഞ് ഉപദേശം.